ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ ഫ്ലാറ്റിൽ നിന്നും എയർപോർട്ടിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുബായിലുള്ള ഈദ് ഹോളിഡേയ്സിന് ഒന്ന് ജോർജിയ വരെ ഒരു വെക്കേഷന് പോയി വരികയാണ് കേട്ടോ. പോയി വരികയല്ല, നമ്മൾ വെക്കേഷന് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇത് വളരെ പെട്ടെന്നുണ്ടായിരുന്നൊരു പ്ലാനാണ്. അപ്പം അത്യാവശ്യം പാക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ ഫ്ലൈറ്റ് എത്തി. ഒരു പക്ഷേ എന്നെപ്പോലെ ജോർജിയ ട്രാവൽ ചെയ്യണം എന്നൊക്കെ പ്ലാനുള്ള ആളുകൾക്ക് ഈ വീഡിയോ ചിലപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ മെയിൻലി നമ്മൾ ജോർജിയ ലാൻഡ് ചെയ്യുന്നതും അന്നത്തെ ഡേ മാത്രമേ കാണിക്കുന്നുള്ളൂ. മോസ്റ്റ്ലി ഞാൻ പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. അവിടുത്തെ ബക്ക്വൈറ്റും ഒരു ചിക്കൻ കറിയുമായിരുന്നു ഇത്തവണ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഫുഡ്. സംഭവം അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിബ്ലിസി എയർപോർട്ട് ലാൻഡ് ചെയ്തു. അവിടുന്ന് നമ്മുടെ റൂം എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇൻ ബിറ്റ്വീനുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, ഹോട്ടൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എവിടെ വന്നാലും വാഷ്റൂം ഒന്ന് നോക്കി ക്ലീൻ ആണോ നീറ്റാണോ എന്ന് നോക്കിയാലേ എനിക്കൊരു സമാധാനം കിട്ടാറുള്ളൂ. ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണി ആയിരുന്നു കേട്ടോ. ഒരു ക്യൂട്ട് കുഞ്ഞ് ബാൽക്കണി. മൊത്തത്തിൽ റൂം ഒരു കുഞ്ഞ് ക്യൂട്ട് റൂമായിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ നിന്നും പുറത്തോട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. കൂടുതലും ഈ ഭയങ്കര പുരാതനമായിട്ടുള്ള ബിൽഡിങ്സ് ഇല്ലേ, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ കുറേ ബിൽഡിങ്സ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. നമ്മൾ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി സിറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്തിട്ട് ബാക്ക് സൈഡ് വഴി നമ്മുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടെ നമുക്ക് പുറത്തോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അപ്പം സ്റ്റെയർ വഴി എളുപ്പത്തിൽ ഇറങ്ങി വരാം. ഞാൻ നേരത്തെ ബാൽക്കണീൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ച ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്, നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി ഉണ്ട് കേട്ടോ. റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ നടക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ എന്തോ കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ പോലെ നമ്മൾ ദൂരേന്നേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ദൂരേന്നേ മനസ്സിലായി. അപ്പം നമ്മൾ നടന്നതേ കണ്ടു. ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. അവിടെ പോയതിന് ശേഷം ദേ ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടോ, ഈ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ അല്ലെങ്കിൽ അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മനസ്സിൽ എനിക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റിട്ട് പറ്റുവാണെങ്കിൽ അവിടെ ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്കുള്ള വീഡിയോ ഈ കെട്ടിയുണ്ടാക്കിയ പരിപാടികൾ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ഇങ്ങനെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കണ്ടു. അവിടെ വെച്ചിട്ടാണ് ഇത് ഈ അപ്പൂപ്പനെ കണ്ടത്. പുള്ളി ഭയങ്കര അടിപൊളിയാണ്. അവിടെ പാട്ടൊക്കെ വെച്ച് സ്മാർട്ട് ഷോപ്പ് എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കട്ടെ എന്ന്. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് സ്മാർട്ട് ഷോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. പെയിൻറ്റിങ്സും സ്മാർട്ട് ഷോപ്പൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ണിലുടക്കിയ മറ്റൊരു സംഭവമായിരുന്നു ഇത്. വാളൊക്കെ കണ്ടപ്പോൾ ഒരു ഉണ്ണിയർച്ചനെ പോലെ ചാടിക്കറി ഞാനതെല്ലാം അങ്ങ് എടുത്ത് നോക്കി. ഇങ്ങനെ ഇടുന്നതായിരിക്കും അല്ലേ? ഇങ്ങനെ എൻ്റെ അമ്മേ, ഇങ്ങനെ പോരെ. ബാക്കിൽ നിന്ന് എടുത്തോ വേണമെങ്കിൽ. ഇതാണ് കണ്ടതിൽ ഏറ്റവും വലുതല്ലേ? How much for this one? 500 lari. ഇത്
പിടിച്ചു വെക്കാൻ ചേട്ടൻ തന്നെ വേണ്ടി വരും. താങ്ക് യു. കുറച്ച് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ കയറി അവിടെ നിന്നുള്ള ആ വ്യൂ അത് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിക്ചേഴ്സിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഈ ട്രീസൊക്കെ കണ്ട് എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ ഭയങ്കര വലുപ്പമുള്ള റോഡും പിന്നെ ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നിട്ട് കുറേ പിക്ചേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ആ വഴിയിലൂടെ പോകുന്ന ചില ആളുകൾ ഞങ്ങളടുത്ത് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന്. അങ്ങനെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ വരുന്നവരൊക്കെ ഇത് നോക്കുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം ഈവനിങ് ഒക്കെ ആയി. നമുക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ വന്ന് തുടങ്ങി. നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് കുറേ നടന്നു, മാപ്പൊക്കെ ഇട്ട് നോക്കി. പിന്നെ നമ്മൾ സ്ട്രീറ്റിലൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പരിപാടി തുടങ്ങി. നടന്ന് അവസാനം ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് ഉള്ള ഒരു കടയിലെത്തി. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റം ആയിട്ടുള്ള കച്ചാപ്പൂരി എന്ന് പറയുന്ന സാധനമായിരുന്നു. എനിക്ക് കഴിച്ചപ്പം ഒരു പിസ്സ പോലെയൊക്കെയാണ് തോന്നിയത്. ഏകദേശം ഒരു 2 പീസ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടന്ന് നമ്മുടെ ഹോട്ടലെത്താറായി കേട്ടോ. ആ നേരെ മുന്നിൽ കാണുന്ന ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഹോട്ടലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക്. ഇത് നമ്മൾ ജോർജിയയിൽ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ദിവസം കേട്ടോ, നമ്മുടെ ഫസ്റ്റ് ഡേ. ശരിക്കും നമ്മൾ നാളെ രാവിലെ മുതലാണ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോണത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത്രയും വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.